ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള പല റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ബീഫും കൂർക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഇപ്പോൾ ഇതേ ഒരു 1/2 കിലോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്, ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീഫിൽ ഈ മസാലകളൊക്കെ നല്ലപോലെ കൈവച്ച് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ബീഫ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒന്ന് അടച്ചു വെച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫ് ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 സവോള നീളത്തിലരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഈ സവോളൊക്കെ ഒന്ന് വാടി വരാനായിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇതേ സവോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരട്ടെ. ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒരുപാട് വെന്തുടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ബീഫാണ്. വെന്തതിന് ശേഷം നല്ലപോലെ കുക്കറിൽ എയറൊക്കെ പോയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, തുറന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സവോളയും തക്കാളിയും നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു 1/4 കിലോ കൂർക്ക ഒന്ന് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂർക്കയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ കൂർക്കനുള്ളത്. നല്ലപോലെ വെന്തുടയരുത്. ഒരു 3/4 വേവാവുന്ന സമയത്ത് നമുക്കത് നിർത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള കൂർക്കയാണിത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി ഒരു 1/4 ഭാഗം വേവ് കൂർക്ക ഇതിൽ കിടന്ന് വേണം വേവാനായിട്ട്. അപ്പോഴാണ് ആ ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലപോലെ ആ കുറുക്കിൽ പിടിക്കണത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ആ കൂർക്കയും ആ ബീഫും ആ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ല ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.